രാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ള തളിക്കുളം നിഷാന്ത് കൈപിടിച്ച് നടത്തുന്ന പൊന്മുഴ യുവജന സമാജത്തിൻ്റെ ആമ്പാടി ബാലൻ 2026 ഇത്തിത്താനം ഗജമേളയിൽ പൊന്മുഴ യുവജന സമാജം അഭിമാന പ്രദർശനം അവതരിപ്പിക്കുന്ന ഗജരാജൻ ആമ്പാടി രാജൻ കൊല്ലം പുത്തൻകുളം ആമ്പാടി രാജുവിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള തളിക്കുളം നിഷാന്ത് വഴി നടത്തുന്ന എത്തിച്ചേരുകയാണ്. പട്ടാമ്പി മണികണ്ഠൻ അടുത്തതായി ഉഷശ്രീ ശങ്കരൻകുട്ടി ചിറവമുട്ടം ശ്രീദേവി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ ഗജരാജൻ ഉഷശ്രീ ശങ്കരൻകുട്ടി. കീഴൂട്ട വിശ്വനാഥ് അമ്പലക്കുട യുവജന സമാജത്തിന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നു വന്ന ഗജരാജൻ കീഴൂട്ട വിശ്വനാഥ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ബിജു കൈപിടിച്ച് നടത്തുന്ന കീഴൂട്ട വിശ്വനാഥ് അമ്പലക്കുട യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ കീഴൂട്ട വിശ്വനാഥൻ ആസ്വാദക സഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാകുന്നു. കീഴൂട്ട വിശ്വനാഥ് ശ്രീ അബ്ദുൾ നാസറിന്റെ ഉടമസ്ഥതയിലുള്ള അക്കരമേൽ മോഹൻ എന്ന ഗജരാജൻ 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമായിക്കൊണ്ട് ശ്രീ മഹാദേവ യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ അക്കരമേൽ മോഹൻ എന്ന ഗജരാജൻ ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ചിറവമുട്ടം മഹാദേവ യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ചിറവമുട്ടത്തപ്പന തിരുസന്നിധിയിൽ നിന്നും ആരംഭിച്ച കുംഭകുട ഘോഷയാത്ര ഇളങ്കാവിലമ്മയെ വണങ്ങി ആസ്വാദക സഹസ്രങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ഗജരാജൻ അക്കരമേൽ മോഹൻ ചിറവമുട്ടം മഹാദേവ യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയിലെത്തിയ അക്കരമേൽ മോഹനനാണ് ഇപ്പോൾ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാവുന്നത്. ഗജരാജൻ അക്കരമേൽ മോഹൻ ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ ഗജരാജൻ ചൈത്രം അച്ചുവിനെ ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ അച്ചു പലവട്ടം പൊന്നളങ്കാവലമ്മയുടെ തങ്കത്തറമ്പേറ്റി പലവട്ടം ഇത്തിത്താനം ഗജമേളയിൽ പങ്കെടുത്ത ആസ്വാദക സഹസ്രങ്ങൾ എന്നും ആവേശം കൊള്ളിക്കുന്ന ചൈത്രം അച്ചു ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ ഗജരാജൻ ചൈത്രം അച്ചു പൊന്നിളങ്കാവിലമയം ഉണങ്ങിക്കൊണ്ട് ഗജമേള നടക്കുന്ന സ്ഥലത്തേക്ക് ആയിരങ്ങളുടെ ഹർഷാരവങ്ങളിലേക്ക് കടന്നു വരുന്നു ഗജരാജൻ ചൈത്രം അച്ചു. ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചെത്തിയ കോന്നി നടരാജന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വിപിൻ കൈപിടിച്ച് നടത്തുന്ന ചമ്മലത്തകര വിപിൻ കൈപിടിച്ച് നടത്തുന്ന കോന്നി നടരാജന്റെ ഉടമസ്ഥതയിലുള്ള ചൈത്രം അച്ചു പലവട്ടം പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തറം വെക്കിയ ഗജരാജൻ ചൈത്രം അച്ചു ശ്രീഭദ്ര സേവാസമിതിയുടെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ ചൈത്രം അച്ചു ഇതാ ആസ്വാദക സഹസ്രങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമാവുകയാണ്. ഇനിയും ഈ ഗജമേളയിലേക്ക് കടന്നു വരുവാനുള്ളത് ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുതുപ്പള്ളി കേശവനുമാണ്. ഉഷശ്രീ ശങ്കരൻകുട്ടിയും കോട്ടയം ജില്ലയുടെ അഭിമാന താരങ്ങളായ 2 ഗജരാജാക്കന്മാരാണ് 2026 ഇത്തിത്താനം ഗജമേളയിൽ അടുത്തതായി കടന്നു വരുന്നത്. മഹാദേവി കാവടി സംഘത്തിന്റെ കാവടി ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തുന്ന ഗജരാജൻ പുതുപ്പള്ളി കേശവനും ചിറവമുട്ടം ശ്രീ ദേവി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തിയ ഭാഗമാവുകയാണ്. ഏറ്റുമാനൂരപ്പന്റെ മാനസപുത്രനായിട്ടുള്ള ഉഷശ്രീ ശങ്കരൻകുട്ടി ഏറ്റുമാനൂർ തിരുവുത്സവത്തിൽ
ഏറ്റുമാനൂരപ്പന്റെ തങ്കത്തറം വെക്കുന്ന ഗജരാജൻ പലവട്ടം ഇത്തിത്താനം ഗജമേളയില് ഭാഗമായിട്ടുള്ള വിശ്വശ്രീ ശങ്കരൻകുട്ടി ചിറവമുട്ട ശ്രീദേവി യുവജന സമാജത്തിന്റെ കുംഭകുട ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി എത്തി. ചിറവമുട്ടത്തപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും ആരംഭിച്ച് പൊന്നിളങ്കാവിലമ്മയെ വണങ്ങിക്കൊണ്ട് ആസ്വാദക സഹസ്രങ്ങളുടെ ഹർഷാരവങ്ങളിലേക്ക് കടന്നു വരുന്ന വിശ്വശ്രീ ശങ്കരൻകുട്ടി അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തിന്റെ അഭിമാനതാരം മനോജ് കൈപിടിച്ച് നടത്തുന്ന പുതുപ്പള്ളി കേശവൻ എന്ന ഗജരാജൻ 2026 ഇത്തിത്താന ഗജമേളയുടെ ഭാഗമാകുന്നു. പുതുപ്പള്ളി കേശവൻ കൂടി എത്തുമ്പോൾ 2026 ഇത്തിത്താന ഗജമേളയിലെ എല്ലാ ആനകളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുതുപ്പള്ളി കേശവൻ കൂടി എത്തുന്നതോടുകൂടി 2026 ഇത്തിത്താന ഗജമേളയിലെ മുഴുവൻ ഗജരാജാക്കന്മാരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തിത്താന ഗജമേള ഉടനെ തന്നെ സമാരംഭിക്കുന്നു. ഈ ഗജമേളയുടെ 2026 ഇത്തിത്താന ഗജരാജ സംഗമത്തിന് 11 ഗജരാജാക്കന്മാർ അണിനിരക്കുന്ന ഇത്തിത്താന ഗജമേളയിൽ ആമ്പാടി ബാലൻ, മുണ്ടക്കൽ ശിവനന്ദൻ, അരുണിമ പാർത്ഥസാരഥി, കീഴോട്ട് വിശ്വനാഥൻ, വേണോട്ടുപറ്റം ഗോപാലൻകുട്ടി, ചിറക്കൽ ശബരിനാഥ്, പട്ടാമ്പി മണികണ്ഠൻ, അക്കരമേൽ മോഹൻ, ചൈത്രമച്ചു, വിശ്വശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി കേശവൻ എന്നീ 11 ഗജരാജാക്കന്മാരാണ് കേരളത്തിന് അഭിമാന താരങ്ങളായിട്ടുള്ള എണ്ണം പറഞ്ഞ 14 കൊമ്പൻ ആനകൾ അണിനിരക്കുന്ന 2026 ഇത്തിത്താനം ഗജരാജ സംഗമം ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഗജമേള ആരംഭിക്കുന്നതിന് മുൻപായി ഒരു കാര്യം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഗജമേള നടക്കുന്ന സമയത്ത് ആനപ്പുറത്ത് ആരും തന്നെ ഇരിക്കുവാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ്. ആനച്ചമയങ്ങളില്ലാതെയുള്ള നമ്മളുടെ ഗജമേളയാണ് ഇത്തിത്താന ഗജമേളയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനകളുടെ പുറത്ത് ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഇറങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആനപ്പുറത്ത് ആരും ഇല്ലാതെ ആനച്ചമയങ്ങളൊക്കെ ഒഴിവാക്കിയാണ് നമ്മൾ ഈ ഗജമേള നടത്തുന്നത്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2026 ഇത്തിത്താനം ഗജമേള ഉടനെ തന്നെ സമാരംഭിക്കുന്നു. ആന കേരളത്തിലെ എണ്ണം പറഞ്ഞ 11 ഗജരാജാക്കന്മാർ എത്തിയ ഉത്സവപ്പറമ്പുകളിലും പൂരപ്പറമ്പുകളിലുമൊക്കെ ആസ്വാദക സഹസ്രങ്ങളുടെ ആസ്വാദക ലക്ഷങ്ങളുടെ ആവേശം വാനോളമുയർത്തിയ 11 ഗജരാജാക്കന്മാരാണ് 2026 ഇത്തിത്താനം ഗജമേളയുടെ ഭാഗമായി വിവിധ കാവടി കുംഭകുട ഘോഷയാത്രയുടെ അവരോടൊപ്പം അകമ്പടി സേവിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്. ആമ്പാടി ബാലനും, മുണ്ടക്കൽ ശിവനന്ദൻ, അരുണിമ പാർത്ഥസാരഥി, കീഴൂട്ട് വിശ്വനാഥൻ, വേണാട്ടുമറ്റൻ ഗോപാലൻകുട്ടി, ചിറക്കൽ ശബരിനാഥ്, പട്ടാമ്പി മണികണ്ഠൻ, അക്കരമേൽ മോഹൻ, ചൈത്രമച്ചു, വിശ്വശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി കേശവൻ എന്നീ 11 ഗജരാജാക്കന്മാർ അണിനിരക്കുന്ന 2026 ഇത്തിത്താന ഗജമേള സമാരംഭിക്കുകയാണ്. ഈ ഗജമേളയിൽ ഏറ്റവും ഉയരമുള്ള ഗജരാജന്റെ പുറത്ത് സർവാഭരണ വിഭൂഷണിയായ പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ കാഴ്ച ശ്രീബലി എഴുന്നള്ളത്ത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സമാരംഭിക്കുകയാണ്. 2026 ഇത്തിത്താന ഗജമേള സമാരംഭിക്കുകയാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ആനപരിപാലന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ശ്രീ ആറന്മുള മോഹൻദാസ്, അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ശ്രീ തൃക്കൊടുത്താനം നടേശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരായ ഒരു ജഡ്ജിംഗ് ടീമാണ് നമ്മുടെ ഗജരാജാക്കന്മാരെ വിലയിരുത്തുന്നത്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ആറന്മുള മോഹനൻ, ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ശ്രീ ആറന്മുള മോഹൻ, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ശ്രീ തൃക്കൊടുത്താനം നടേശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ജഡ്ജിംഗ് പാനലാണ് നമ്മുടെ ഗജമേളയുടെ വിധികർത്താക്കളായി ഇവിടെ എത്തിയിട്ടുള്ളത്. 2026 ഇത്തിത്താന ഗജമേള സമാരംഭിക്കുകയാണ്. ഏത് ഗജരാജന്റെ പുറത്ത് ഇളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് ഏറ്റും എന്നറിയുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്. ഏത് ഘോഷയാത്രയോടൊപ്പം എത്തിയ ഗജരാജന്റെ പുറത്താണ് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിളമ്പ് ഏറ്റുക. അതുപോലെ തന്നെ ഗജരാജപട്ടം ഏത് ഗജരാജനാണ് ലഭിക്കുക എന്നൊക്കെ അറിയുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. ഏറ്റവും
ലക്ഷണമത്ത ഗജരാജന് നമ്മുടെ ക്ഷേത്രത്തിൽ ധർമ്മശ്രീ സൂര്യകാരുണ്യമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് പറയായി സൂര്യകാരുണ്യമന മഹാഗണപതി ദേവസ്ഥാനത്തിന്റെ ഗജരാജപട്ടം ബഹുമതിയും സമ്മാനിക്കുന്നതാണ്. ഇന്നത്തെ 2026 കുത്തിത്താന ഗജമേളയിൽ സമാരംഭിക്കുകയാണ്. ഈ ഗജമേളയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഉയരമുള്ള ഗജരാജന്റെ പുറത്ത് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിടമ്പ് എഴുന്നള്ളിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കുത്തിത്താന നിവാസികളുടെ മനസ്സിൽ ആ ദേശപ്പെരുമയുടെ ആവേശോജ്വലമായ അലകൾ തീർത്തുകൊണ്ട് ഒരു ഉത്സവകാലം കൂടി കടന്നു വരുമ്പോൾ 2026 തിരുവുത്സവത്തില് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിടം ഏറ്റുവാനുള്ള നിയോഗം ഏത് ഗജരാജനാണ്, ഏത് കുംഭകുട ഘോഷയാത്രയോടൊപ്പം എത്തിയ ഗജരാജനാണ് ആ സൗഭാഗ്യ ഈ ഗജമേളയില് ഏറ്റവും സൗന്ദര്യത്തിലുള്ള ഏറ്റവും ലക്ഷണമൊത്ത ഗജരാജന് സൂര്യകാലടി ഗജരാജരത്നം ബഹുമതി സമ്മാനിക്കുന്നതാണ്. സൂര്യകാലടി മഹാഗണപതി ദേവസ്ഥാനം മക സൂര്യകാലടി ഗജരാജരത്നം ബഹുമതി ഏറ്റവും ലക്ഷണമൊത്ത ഏറ്റവും സൗന്ദര്യത്തിലുള്ള ഗജരാജന് നമ്മുടെ താന്ത്രിക ആചാര്യനായിട്ടുള്ള സൂര്യകാലദേവന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ 2026 തിരുവുത്സവത്തില് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിടം ഏറ്റുവാനുള്ള ഗജരാജൻ ഏതാണ് എന്നറിയുവാൻ ഏതാനും നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പ് ആവുകയാണ്. ഈ ഗജമേള അവസാനിച്ച് കഴിയുമ്പോൾ ആനകൾ ഇവിടെ തന്നെ നിന്നാൽ മതിയാകും. ആനച്ചമയങ്ങൾ ഇവിടേക്ക് തന്നെ എത്തിച്ചു നൽകുന്നതാണെന്ന് അറിയിക്കുന്നു. ആ ഗജമേള സമാപിച്ചു കഴിയുമ്പോൾ ആനകളെ ഇവിടെ തന്നെ നിർത്തേണ്ടതാണ്, മുഴുവൻ ഇവിടെ എത്തിച്ച് നൽകുന്നതാണ് എന്നും അറിയിക്കുന്നു. ലോകമെമ്പാടുമുള്ള പൊന്നിളങ്കാവിലമ്മയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇളങ്കാവ് വേനാട്ടുമറ്റൻ ഗോപാലൻകുട്ടി, ചിറക്കൽ ശബരിനാഥ്, പട്ടാമ്പി മണികണ്ഠൻ, അക്കരമേൽ മോഹൻ, ചൈത്രം അച്ചു, ഉഷശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി കേശവൻ എന്നീ 11 ഗജരാജാക്കന്മാരാണ് 2026 ഇത്തിത്താന ഗജമേളയിൽ അണിനിരക്കുന്നത്. 2026 ഇത്തിത്താന ഗജമേളയിൽ ഇളങ്കാവിലമ്മയുടെ ദേശവഴികളിൽപ്പെട്ട പാട്ടമ്പലങ്ങളിലെ കാവടി കുംഭകോണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചുകൊണ്ടെത്തിയ 11 ഗജരാജാക്കന്മാർ ആണ് കേരളത്തിന്റെ അഭിമാന താരങ്ങളായിട്ടുള്ള 11 ഗജരാജാക്കന്മാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന്റെ തെക്കേ മൈതാനത്ത് തെക്കോട്ട് അഭിമുഖമായി ഇത്തിത്താനം ഗജമേളയ്ക്ക് അണിനിരക്കുന്ന ആ നയനമനോഹരമായ കാഴ്ചയ്ക്കാണ് നമ്മളൊക്കെ സാക്ഷിയാവുന്നത്. ലോകമെമ്പാടുമുള്ള പൊന്നിളങ്കാവിലമ്മയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സുദിനത്തിന് വേണ്ടി, ഈ ഒരു സമയത്തിന് വേണ്ടിയായിരുന്നു അവരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിടം എത്തുന്ന ഗജരാജൻ ഏത് കുംഭകുട ഘോഷയാത്രയോടൊപ്പം അകമ്പടി സേവിച്ച് ഏത് കാവടി കുംഭകുട ഘോഷയാത്രയോടൊപ്പം എത്തിയ ഗജരാജനാണ് എന്നുള്ളത് വലിയ ഒരു ആകാംക്ഷയോടുകൂടി നമ്മളൊക്കെ കാത്തിരിക്കുന്നതാണ്. പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിടം പറ്റി പ്രൗഢഗംഭീരമായ ആ കാഴ്ച ശ്രീബലി എഴുന്നള്ളത്ത് ഏതാനും നിമിഷങ്ങൾക്കകം സമാരംഭിക്കുന്നു. ഇന്ന് നടക്കുന്ന ഈ ഗജമേളയിലെ ഏറ്റവും വലിയ ഗജരാജൻ, ആ ഗജരാജന്റെ പുറത്ത് സർവാഭരണ വിഭൂഷിതയായ പൊന്നിളങ്കാവിലമ്മയുടെ തങ്കത്തിടം എഴുന്നള്ളിച്ച് മറ്റ് 10 ഗജരാജാക്കന്മാര് അതിനകമ്പടി സേവിക്കുന്ന ആ നയനമനോഹരമായ കാഴ്ചകൾക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്. 2026 ഇത്തിത്താന ഗജമേള ഇളങ്കാവിലമ്മയുടെ തിരുസഭത്തിൽ അരങ്ങേറുകയാണ്. ഈ ഗജമേളയിൽ ഏറ്റവും ലക്ഷണമൊത്ത ഗജരാജന്, ഏറ്റവും സൗന്ദര്യത്തിലുള്ള ഗജരാജന് സൂര്യകാലടി മഹാഗണപതി ദേവസ്ഥാനം മക ഗജരാജരത്നം ബഹുമതി, സൂര്യകാലടി ഗജരാജരത്നം ബഹുമതിയും നമ്മുടെ താന്ത്രിക ആചാര്യനായിട്ടുള്ള സൂര്യകാലടി വന ഇളങ്കാവിലമ്മയുടെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടും നിൽക്കുന്ന ആനകളുടെയൊക്കെ പേര് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോൾ ഔപചാരികമായി പ്രഖ്യാപിക്കുന്നതാണ്. ബഹുമാനികളായ ഭക്തജനങ്ങളെ, 2026 ഗജമേള ഇവിടെ സമാപിക്കുകയാണ്. 2026 പട്ടികവർഗ വ്യവസ്ഥയിൽ സേവാ ദീപാരാധന രാജ്യസ്വീകരി എന്നിവയ്ക്ക് ഇടം പെറ്റുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുന്നത് പുതുപ്പള്ളി കേശവൻ. വലത്തേക്കൂട്ട് ഉഷശ്രീ ശങ്കരൻകുട്ടി, ഇടത്തേക്കൂട്ട് ചൈത്രം അച്ചു. 2026 സൂര്യകാലടി മേല ഏർപ്പെടുത്തിയിരിക്കുന്ന ഗജരാജപട്ടത്തിന്
അർഹമായിരിക്കുന്നത് 3 പേരുടെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കീഴൂട്ട് വിശ്വനാഥനെ പ്രഖ്യാപിക്കുക. എല്ലാവരും ബഹളമുണ്ടാക്കാതെ സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ